ഹലോ, ആ പറ തന്നെ. ഡോക്ടർ ഇപ്പം അങ്ങനെ പറയാന്നുണ്ടെങ്കിൽ എന്നാൽ നമ്മൾ അഡ്മിറ്റ് ആക്കാം. ഇൻഷാ അല്ലാ എന്തായാലും എന്നാൽ ഞാൻ വൈകുന്നേരം വരാം കേട്ടോ. എന്തിപ്പോൾ ഹോസ്പിറ്റൽ കേസ് തന്നെയാണല്ലോ, എന്തൊക്കെ ചെയ്യാം. അത് വായിദ് ഉസ്താദല്ലേ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്ത് ഉച്ച നേരത്ത് ഇവിടെ ഇരിക്കണേ? ഹലോ, ഞാൻ ഇന്ന് ചോറിനുണ്ടാവില്ല കേട്ടോ. മോനക്ക് തീരെ വയ്യ. ഞാൻ അന്ന് തന്നെ നാട്ടിൽ പോകാൻ നിൽക്കാം. എന്നായിക്കോട്ടെ. അസ്സലാമു അലൈക്കും. എന്നാ കയറി, ഞാൻ ബസ് പോണെടുത്ത് ആക്കിത്തരാം, കയറി. അല്ല, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വൈകുന്നേരം പോകണുള്ളൂ. അപ്പം നിങ്ങളല്ലേ ഇപ്പോൾ ഫോണിൽ കൂടെ പോവാന്ന് പറഞ്ഞ്? ഒന്നുമില്ല, ഈ വെയിലത്ത് അത്രയും ദൂരം പോയിക്കാണ്ട് ഭക്ഷണം കഴിച്ചാണ്ട് വരാനുള്ള ആ ബസ്സിലല്ല ഇപ്പോൾ ഞാനുള്ളത്. അതെന്തേ മോനെന്തേ പറ്റി? മോനക്ക് പനിയായിരുന്നു, ഒരാഴ്ചയായി തുടങ്ങിയിട്ട്. 4 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. ഇന്നലെ ഇപ്പോൾ ഡിസ്ചാർജ് ആക്കി കൊടുന്ന്. അപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കണം. അതിന് നിങ്ങൾ അസർ വരെ കാത്തിക്കണം പോവാന്. നിങ്ങൾക്ക് പോയിക്കൂടെ? അസർ ബാങ്ക് കൊടുക്കാനുള്ളതല്ലേ, ഈ നേരത്തെ പറഞ്ഞാൽ ആരും കിട്ടൂലല്ലോ. അത് നിങ്ങൾ പ്രശ്നമാക്കണ്ട, ബാങ്ക് ഞാൻ കൊടുത്തോണ്ട് നിങ്ങൾ പോയിക്കോളേ. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഇന്നലെ വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഹോസ്പിറ്റൽ കേസൊക്കെ ആകുമ്പോൾ കുറച്ച് പൈസക്കും ആവശ്യം ഉണ്ടാവില്ലേ. അപ്പോൾ പ്രസിഡൻറ്റിനെ കണ്ടിട്ട് പൈസ ചോദിച്ചു നോക്കട്ടെ, കിട്ടുമോ എന്നുള്ളത് അറിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ പ്രസിഡൻറ്റിനെ ഒക്കെ കാണാനിപ്പോൾ ഒരുപാട് സമയമാവില്ലേ? നിങ്ങൾ നേരെ അതായത് കുറച്ച് പൈസ ഉണ്ട്, നിങ്ങളവിടെ വയ്ക്കി. അല്ലത് വയ്ക്കി. ഇതെന്നാ ഞാൻ വന്നിട്ട് തരണ്ടിട്ട പൈസ തിരിച്ച്. അത് നിങ്ങൾ തരുമൊന്നും വേണ്ട. അല്ല, അങ്ങനൊന്നല്ല. അല്ല, അതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ പിന്നെ ആലോചിക്കാം. നിങ്ങളിപ്പോൾ പോവാനുള്ള പരിപാടി നോക്കി. ഇത് വലിയൊരു ആശ്വാസമായി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. ഇൻഷാ അല്ലാ. നിങ്ങൾ എന്തായാലും ദ്വാരക്കി. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. അല്ല, വീട്ടിൽ ആരൊക്കെ ഉണ്ട് നിങ്ങൾക്ക്? ഉപ്പ മരിച്ചു, ഉമ്മയും പെങ്ങളും ഉള്ളത്. പിന്നെ എനിക്ക് ഒരു മോനും പെണ്ണുങ്ങളുമാണ്. പെങ്ങളെ കെട്ടിച്ചിട്ടില്ല, അവളെ കല്യാണം അടുത്ത ഓഗസ്റ്റിലാണ്. ഇപ്പാൻ്റെ ഒരേ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ ഹാഫിളായി കാണുന്നത്. പക്ഷെ ഉപ്പാക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല. അപ്പം ഇനി പെങ്ങളെ കല്യാണമൊക്കെ എങ്ങനെ? അതിൻ്റെ കാര്യം വളരെ പ്രയാസത്തിലാണ്. പഠിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ വഴി കണ്ടിട്ടുണ്ടാവുമല്ലോ. തന്നെ. അതല്ല, ഇപ്പോൾ ഈ കയ്യിലുള്ള പൈസ ഒന്നും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മതിയാവില്ലല്ലോ. നിങ്ങൾ ഗൂഗിൾ പേ നമ്പർ എടുത്ത് തരുമോ? ഞാൻ അതിലേക്ക് ഞാൻ പൈസ എന്തെങ്കിലും അയച്ചു തരാം. ഞാനിതുവരെ ഗൂഗിൾ പേ ഒന്നും എടുത്തിട്ടില്ല, എൻ്റെ അടുത്ത് അതില്ല. ഇപ്പം എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യേ, ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാച്ചാണ്. ഇത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ അടക്കാനുള്ള എമൗണ്ട് കിട്ടും. എനിക്കൊരു സുഹൃത്ത് ഒരു സമ്മാനമായിട്ട് തന്നതാണ്. നിങ്ങളെ കാര്യം നടക്കട്ടെ, നിങ്ങളൊന്ന് വേഗം ചെല്ലി. വളരെ വലിയ ഉപകാരമായി. ഞാൻ ഇതൊരിക്കലും വാങ്ങാൻ വിചാരിച്ചതല്ല. എൻ്റെ അവസ്ഥ നിങ്ങൾ അതൊന്നും പറയണ്ട, നിങ്ങൾ വേഗം ചെല്ലി, വേഗം ചെല്ലി. പഠിച്ചോനെ, ഈ നല്ല മനുഷ്യനാണല്ലോ നാട്ടുകാർ കഴിഞ്ഞ രക്ഷലിൽ പൈസ വാങ്ങി തോൽപ്പിച്ചത്. പഠിച്ചോനെ, ഇത് കബൂല.